ഒരു ചെറിയ പട്ടണത്തിൽ വിവാൻ എന്നൊരു ആൺകുട്ടി താമസിച്ചിരുന്നു. വേനൽക്കാല അവധിക്കാലത്ത് അവൻ പലപ്പോഴും മുത്തച്ഛൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അവൻ്റെ മുത്തച്ഛൻ വളരെ ശാന്തനും ജ്ഞാനിയും പ്രകൃതി സ്നേഹിയുമായ ഒരു വൃദ്ധനായിരുന്നു. അവരുടെ വീട്ടിനടുത്ത് മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. അവിടെ അവരെല്ലാ ദിവസവും ചെടികൾ പരിപാലിച്ചു. ഒരു ദിവസം വിവാൻ തൻ്റെ മുത്തച്ഛനോട് ചോദിച്ചു, മുത്തച്ഛ, ഞാൻ വലുതാകുമ്പോൾ ഒരു വിജയകരമായ വ്യക്തിയാകണം. എങ്ങനെ വിജയിക്കണമെന്ന് നിങ്ങൾ എന്നോട് പറയാമോ? മുത്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അനുഭവത്തിൽ നിന്നുള്ള ഉത്തരം ഞാൻ പറയാം. എന്നോടൊപ്പം വരൂ. അവർ രണ്ടുപേരും നഴ്സറിയിൽ പോയി 2 ചെടികളുമായി മടങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം മുത്തച്ഛൻ ഒരു ചെടി ഒരു ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചു. മറ്റേത് വീട്ടിന് പിന്നിലെ തുറന്ന നിലത്ത് നട്ടു. പിന്നെ മുത്തച്ഛൻ വിവാനോട് ചോദിച്ചു, മകനെ, ഈ 2 ചെടികളിൽ ഏതാണ് ഭാവിയിൽ നന്നായി വലുതായി വളരുകയെന്ന് നിങ്ങൾ കരുതുന്നു? വിവാൻ കുറച്ചുനേരം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, മുത്തച്ഛ, വീട്ടിനുള്ളിലെ ചെടി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നന്നായി വളരും. പുറത്തെ ചെടിക്ക് കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, മഴ, മൃഗങ്ങൾ എന്നിങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. മുത്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി മകനെ, അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അവധിക്കാലം കഴിഞ്ഞപ്പോൾ വിവാൻ വീട്ടിലേക്ക് മടങ്ങി. 5 വർഷത്തിനു ശേഷം വേനൽക്കാല അവധിക്കാലത്ത് വിവാൻ വീണ്ടും മുത്തച്ഛൻ്റെ അടുത്തേക്ക് വന്നു. വിവാൻ പറഞ്ഞു, മുത്തച്ഛ, കഴിഞ്ഞ തവണ ഞാൻ എങ്ങനെ വിജയിക്കണമെന്ന് നിങ്ങളോട് ചോദിച്ചു. പക്ഷെ നിങ്ങൾ ഉത്തരം നൽകിയില്ല. ഇത്തവണ നിങ്ങൾ എന്നോട് പറയണം. മുത്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകാം. പക്ഷെ ആദ്യം നമ്മൾ ഒരുമിച്ച് നട്ട ചെടികൾ നോക്കാം. ആദ്യം വീട്ടിനുള്ളിൽ ഒരു ചട്ടിയിൽ വെച്ചിരുന്ന ചെടിയുടെ അടുത്തേക്ക് പോയി. ആ ചെടി അല്പം വളർന്ന് ഒരു ചെറിയ മരമായി മാറിയിരുന്നു. പിന്നെ അയാൾ പുറത്തേക്ക് പോയി. അവിടെ മറ്റൊരു ചെടി നട്ടുപിടിപ്പിച്ചിരുന്നു. വഴിയാത്രക്കാർക്ക് തണലായി വളരെ വ്യാപിച്ചു കിടക്കുന്ന ശാഖകളുള്ള ഒരു വലിയ മരം അവിടെ ഉണ്ടായിരുന്നു. മുത്തച്ഛൻ വിവാനോട് ചോദിച്ചു, ഇനി പറയൂ മകനെ, ഇതിലേതാണ് കൂടുതൽ വലുതും വിജയകരവുമായി വളർന്നത്? എന്തുകൊണ്ട്? പുറത്തുള്ളത്. പക്ഷേ എങ്ങനെ? അത് അപകടങ്ങളെ സഹിച്ചു. വെയിൽ, മഴ, കൊടുങ്കാറ്റ്. എന്നിട്ടും അത് വളരെ വലുതായി. മുത്തച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ് മകനെ, പുറത്തുള്ള ചെടി നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ വേരുകളെ ശക്തിപ്പെടുത്തി. അത് തുറന്ന ഭൂമി കണ്ടെത്തി. അവിടെ അത് വേരുകൾ ആഗ്രഹിക്കുന്നത്രയും വ്യാപിപ്പിച്ചു. മഴയും കൊടുങ്കാറ്റും അതിനെ പരീക്ഷിച്ചു. അതെല്ലായ്പ്പോഴും അവയെ മറികടന്നു. അതുകൊണ്ടാണ് ഇന്നത് ഇത്ര ശക്തമായി നിലനിൽക്കുന്നത്. ചെറിയ കൊടുങ്കാറ്റുകൾക്ക് പോലും അതിനെ ഉപദ്രവിക്കാൻ കഴിയില്ലമ്മ. ഞങ്ങൾ ഒരു ചട്ടിയിൽ വീട്ടിനുള്ളിൽ വളർത്തിയ ചെടിക്ക് ഒരു കുഴപ്പവും നേരിട്ടില്ല. അത് സുരക്ഷിതമായി തുടർന്നു. പക്ഷേ അതിൻ്റെ വേരുകൾ കലത്തിലടച്ചിരുന്നു. അതിനാൽ അതിന് വളരാനോ ശക്തിപ്പെടുത്താനോ കഴിഞ്ഞില്ല. പിന്നെ വിവാന്റെ കണ്ണുകളിലേക്ക് നോക്കി നാനാജി പറഞ്ഞു, മകനെ, ഇതോർക്കുക, ജീവിതത്തിൽ പോരാടുകയും ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിജയിക്കില്ല. നിങ്ങൾ ആശ്വാസവും സുരക്ഷയും മാത്രം അന്വേഷിച്ചാൽ നിങ്ങളുടെ പുരോഗതി മുരടിക്കും. പക്ഷേ നിങ്ങൾ പോരാടാൻ തയ്യാറാണെങ്കിൽ ഒരു പാതയും അസാധ്യമാകില്ല. അതിനാൽ തടസ്സങ്ങളെ നിങ്ങളുടെ ശത്രുക്കളായി കണക്കാക്കരുത്. പകരം അവയെ നിങ്ങളുടെ ജീവിതത്തിലെ പടവുകളായി, വിജയത്തിൻ്റെ ഉന്നതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന പടവുകളായി കണക്കാക്കുക. വിവാൻ ഒരു ദീർഘനിശ്വാസമെടുത്ത് വലിയ മരത്തിലേക്ക് നോക്കി. നാനാജിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. നമ്മൾ നമ്മുടെ ശത്രുക്കളായി കരുതുന്ന തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ തന്നെയാണ് നമ്മളെ കൂടുതൽ ശക്തരാക്കുകയും യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. പോരാട്ടം വിജയത്തിലേക്ക് നയിക്കുമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിച്ചു. ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമാണെങ്കിൽ ദയവായി അത് അഭിപ്രായങ്ങളിൽ പങ്കിടുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾ കാണാൻ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.